ഹലോ എവ്രി വൺ. ഇന്ന് ബോയ്സിന് വേണ്ടിയിട്ട് ഈ വീഡിയോ ചെയ്യാണ്. ബോയ്സ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് പ്രേമിച്ചുകൊണ്ട് നടക്കുന്ന ആൺപിള്ളേർ, പാവം ആൺപിള്ളേർ, അവർക്ക് വേണ്ടിയാണ് കേട്ടോ. ഇപ്പോഴത്തെ ജനറേഷനിൽ ഞാൻ മുന്നേയും പറഞ്ഞിട്ടുള്ളൊരു വീഡിയോയിൽ ഒരുപാട് പെൺകുട്ടികൾ ഈ ജനറേഷനിൽ കാണിക്കുന്ന സ്നേഹമൊന്നും തന്നെ സിൻസിയർ ആയിട്ടുള്ള സ്നേഹമല്ല. മിക്കവരും ആൺപിള്ളേരെ തേച്ചിട്ട് പോയിട്ടുള്ള സംഭവങ്ങളും എക്സാമ്പിൾസും നമ്മുടെ മുന്നിൽ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ പെൺകുട്ടികളെ ഒരു പാഠം പഠിപ്പിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ബോയ്സിനോട് പറയുകയാണ്, റിക്വസ്റ്റ് ചെയ്യുവാണ്, നിങ്ങൾ തേച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ അവൾ പോട്ടെ, നന്നായി ജീവിക്കട്ടെ എന്ന് പറഞ്ഞ് നിൽക്കാതെ അവരുടെ അഗെയിൻസ്റ്റ് റേസ് യുവർ വോയിസ്. എന്നാലല്ലേ നിങ്ങൾ പോയി, നിങ്ങളുടെ കാര്യം പോയി, ബാക്കിയുള്ളവർക്കെങ്കിലും ഇതുപോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ, അല്ലേ? ഗേൾസിൻ്റെ സ്ഥിരം പരിപാടിയാണ്. അവർക്ക് ആവശ്യം പൈസ മാത്രമാണ്. കൂടുതലും പൈസ. അപ്പം ഇപ്പം ചിലപ്പം മനസ്സ് കൊടുത്ത് സ്നേഹിച്ച ഒരു ചെക്കനായിരിക്കും. ആ ചെറുക്കൻ്റെ കൂടെ കുറേ നാൾ നിന്ന് ആ ചെക്കനെ വലിച്ച് അവൻ്റെ കയ്യിലുള്ള പൈസ എല്ലാം അടിച്ച് മാറ്റിയിട്ട് പിന്നെ പണക്കാരൻ ഒരു ബോയിനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ പുറകെ ആയിപ്പോയി. ഓക്കെ, അവർ ഈ പറയുന്ന പോലെ അവർക്കതൊരു ഒരു ഒരു എന്താ പറയുക, എനിക്ക് പറയാൻ അറിയുന്നില്ല. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ജോബ് ഫോർ ദെം. കാരണം മന്ത്ലി നല്ലൊരു എമൗണ്ട് അവർ ഇതുവഴി ഉണ്ടാക്കുന്നുണ്ട്. മനസ്സിലായോ? അപ്പം ബോയ്സ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ പെട്ടെന്ന് ചാടി മറിഞ്ഞ് അയ്യോ ആ പെൺകുട്ടി എന്നോട് യെസ് പറഞ്ഞു, എന്നെ സിൻസിയറായിട്ട് സ്നേഹിക്കുന്നു, പ്രേമിക്കുന്നു എന്നൊന്നും വിചാരിക്കേണ്ട. വളരെ 10ൽ ഒരാൾ മാത്രമേ ഇത്തരം സിൻസിയറായിട്ടുള്ള ഒരു സ്നേഹം കൊണ്ട് വരത്തുള്ളൂ. അല്ലാത്തവർ മുഴുവനും നിങ്ങൾ തേച്ചിട്ട് പോകാൻ മാത്രം പ്രേമിക്കുന്ന പെൺകുട്ടികളാണ്. അതുകൊണ്ട് പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് സുപ്രീം കോർട്ടിൻ്റെ ഒരു ജഡ്ജ്മെൻ്റ് ഉണ്ട്. ഇതുപോലെ ആൺപിള്ളേരെ പ്രേമിച്ച് നടന്ന് പിന്നെ കല്യാണം കഴിക്കേണ്ട സമയം വരുമ്പോൾ, അല്ലെങ്കിൽ ആ ചെക്കൻ സീരിയസ് ആയിട്ടും കാര്യങ്ങൾ പറയാൻ തുടങ്ങുമ്പോൾ, എന്നെ വീട്ടിൽ സമ്മതിക്കില്ല, എനിക്ക് വീട്ടിൽ പ്രശ്നങ്ങളുണ്ടാവും, എൻ്റെ അമ്മയും അച്ഛനും ഇതറിഞ്ഞു കഴിഞ്ഞാൽ കൊല്ലും, അങ്ങനെ ഇങ്ങനെയെന്ന് കള്ള എക്സ്ക്യൂസുകൾ പറഞ്ഞിട്ട് നിങ്ങളെ ഒഴിവാക്കി അവൾ വേറെ ലൈഫിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇനി സൂക്ഷിക്കുക. ഇനി ബോയ്സിന് ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇതുപോലെ ചീറ്റ് ചെയ്ത് പോകുന്ന പെൺകുട്ടികളുടെ അഗേൻസ്റ്റ് കേസ് കൊടുക്കാം. ചീറ്റ് ചെയ്ത് പോയ ഈ പെൺകുട്ടിയെ നമുക്ക് 10 years ഓഫ് ഇംപ്രിസൺമെൻറ്റിൻ്റെ പണിഷ്മെൻറ്റും വാങ്ങിച്ചു കൊടുക്കാം ഈ കുട്ടിക്ക്. അപ്പോൾ ഇങ്ങനത്തെ ആരെങ്കിലും തേച്ചിട്ട് പോകുന്ന ശീലമുള്ള പെണ്ണുങ്ങൾ പെൺകുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ബോയ്സ്, ബി കെയർഫുൾ. നിങ്ങൾ ഇത്രയും ഇതുപോലെ ഇന്നസെൻ്റായി പോകരുത്. പെൺകുട്ടികളെ മനസ്സിലാക്കാനുള്ള ശ്രമം തീർച്ചയായിട്ടും നിങ്ങൾ നടത്തണം. എന്താ പറയുക, ഡോണ്ട് ബി ബ്ലൈൻഡ്. ലവ് ഈസ് ബ്ലൈൻഡ് എന്ന് പറയുന്നത് ശരിയാണ്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ ജനറേഷനിൽ ബ്ലൈൻഡായി നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ശരിക്കും ബ്ലൈൻഡായി മാറും. പിന്നെ ഒന്നും കാണാൻ നിങ്ങൾക്ക് കണ്ണുണ്ടാവില്ല. അതാണ് കാര്യം. ഓക്കെ, അപ്പോൾ സ്റ്റേ ട്യൂൺ ഫോർ മൈ നെക്സ്റ്റ് വീഡിയോ. അൻറ്റിൽ ദെൻ, ടേക്ക് കെയർ. ബൈ.